അപ്പോളേ ഞാനിവിടെ നാട്ടിൽ പോയായിരുന്നു. പോയപ്പം അവിടെ നമ്മളോടൊരു ചേച്ചി കുറച്ച് ചക്ക ചിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയെങ്കിലും ചക്കയാകാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് 3-4 ചക്ക കിട്ടി. അത് ഞാൻ വറുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നാളെയും 2-3 കിലോയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി തൂക്കി നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. നല്ല സൂപ്പർ ചക്കയല്ലേ പോപ്പി? ഗോൾഡൻ കളറാ അല്ലേ? തൂക്കം കുറവ്, 1 കിലോയുടെ കവറിന്റെ അകത്ത് 1/2 കിലോയേ ഉള്ളൂ. അതിന് നല്ല കനമില്ലാത്ത ചുളയായിരുന്നു, നല്ല കളറുമായിരുന്നു. നല്ല കളറും അല്ലേലും നാട്ടിൻപുറത്തെ ചക്ക ഇവിടുത്തെ ചക്കയെക്കാളും നല്ല ഇവിടെ നമ്മുടെ പറമ്പിലെ ചക്ക കൂടുതലും വെള്ള കളറല്ല, കളറും കൂടുതലാ. കാര്യം രുചിയൊക്കെ ഉണ്ട്, പക്ഷെ വെള്ള കളറാണ്. ഇത് നല്ല കളറുള്ള ചക്കയായിരുന്നു. ആദ്യം അരി ചോദിക്കുന്ന അവർക്ക് കൊടുക്കാൻ ബാക്കി. അതെ, ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോൾ അതെ, സീസൺ ആയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ അയക്കാം, വറുത്ത് സ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ ഇതല്ലേ കിട്ടിയുള്ളൂ. ഇവിടെ കൊണ്ടുവരാനും ഒക്കെ പാടല്ലേ, അവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇങ്ങോട്ടായി വരുന്നതേ ഉള്ളൂ. ചമ്മച്ചി മഞ്ഞള് ഇന്നലെ ഈയിടെ നമ്മള് അരിഞ്ഞ മഞ്ഞളാണോ? ഈയിടെ മഞ്ഞൾ അരിഞ്ഞതാണിത്. ഉണങ്ങിയപ്പോൾ ഇത് എന്തേരം കാണും? 10 കിലോ മേടിച്ചതാ, 1 കിലോ കാണും. അത് കൂടുതൽ കാണുകരുത്. ഇരുന്ന് പേറ്റുമായിരുന്നോ? അതെല്ലാം പേറ്റി പെറുക്കി എടുക്കുമായിരുന്നു. ഇനി പൊടിക്കണ്ടേ? അതെ, ഇത് നമ്മുടെ വീട്ടു ആവശ്യത്തിനുള്ളതല്ലേ? ഇത് വീട്ടാവശ്യത്തിനുള്ളതാ. മഞ്ഞൾ ഉണങ്ങി പൊടിച്ചു കൊടുക്കും, മുതലാകുകയില്ല. ഇത് 10 കിലോ മേടിച്ചിട്ടാണ്. 1 കിലോ പൊടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 1 കിലോ ചിലപ്പം കഷ്ടിച്ച് കണ്ടേക്കുമായിരിക്കും പൊടിച്ചു കഴിയുമ്പോൾ. ഇത് ഉണങ്ങിയിട്ടാലേ ഉണങ്ങിയിട്ടാലേ സെറ്റാക്കി. ഇത് ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഉണങ്ങിയില്ല. അല്ലാതെ മഞ്ഞൾ പൊടിക്കുന്ന തന്നെ അടുപ്പിലോട്ട് വാരി വെച്ച്, അല്ലെങ്കിൽ പച്ചക്കാണെങ്കിലും നടുവേ 2-3 കീറിയിട്ടിട്ട് വെയിലത്തിട്ടിട്ട് ഉണങ്ങി പൊടിക്കും. ഇത് സ്വന്തം ആവശ്യത്തിനായതുകൊണ്ട് ഇങ്ങനെ സെറ്റാക്കി. മിക്സി പൊടിക്കാവല്ലോ, മില്ലി കൊണ്ടുപോകാനില്ലിത്. മില്ലി കൊണ്ടുപോയി കുടിച്ചാൽ ഇതിലും തൂക്കം കുറച്ചേ കിട്ടുള്ളൂ. തന്നെ ചമ്മച്ചി അത് കഴിഞ്ഞപ്പോ മുളകാണോ? വത്തലമുളക് കഴുകി ഉണങ്ങാൻ വെച്ചത്. പൊടിയാക്കാനാണോ ഇനി? ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് നമുക്ക് 1/2 കിലോയേ ഉള്ളൂ മുളകേ. അതുകൊണ്ട് ചമ്മന്തി ഒക്കെ അരയ്ക്കാനായിട്ട്. ചമ്മന്തി അരയ്ക്കാനും പിന്നെ നമുക്ക് ആവശ്യത്തിന് മിക്സി പൊടിച്ചെടുക്കാമല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷം നന്നാള് പോയി കമ്പത്ത് പോയി മേടിച്ചാലേ 4-5 കിലോ മേടിച്ചാലേ പൊടിപ്പിക്കാൻ പറ്റും. 2 കിലോയിലും വേണം പൊടിപ്പിക്കണമെങ്കിൽ. ഇത് 1/2 കിലോയേ ഉള്ളൂ. ഇത് ഞെട്ടൊക്കെ ഇടത്തി വെച്ചാലേ ഭരണിയിൽ കൂടുതൽ കൊള്ളും. പിന്നെ ആവശ്യത്തിനെടുത്ത് പൊടിക്കാം, സെറ്റാക്കാം. ഇരിക്കട്ടെ, മുളക് അരയ്ക്കാം. ഉണ്ടോ അല്ലേ? കുഞ്ഞിപ്പാവയ്ക്ക ചമ്മച്ചി ഇന്ന് വന്നപ്പോൾ ഏന്തയാറ്റിൽ നിന്ന് കൊണ്ടുവന്നതാ. നമുക്ക് നേരത്തെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ, അപ്പുറത്തായിരുന്നു. ഇപ്പം ഇനി ഇതിൻ്റെ അരിയില്ല, നമുക്കൊന്ന് പാകി നോക്കാം ഇവിടെ ഉണ്ടാകുമോന്ന്. ഇവിടെ എന്നാളെല്ലാം കൊണ്ടിട്ടിട്ടൊന്നും ഉണ്ടായില്ല. ഒന്നും കിളുത്തില്ല ഇവിടെ, ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ലല്ലേ? അപ്പുറമായിരുന്നപ്പോൾ പുറകുവശത്ത് നേരുണ്ടായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ആയത് തോരൻ വെച്ചാൽ. വലിയ പാവയ്ക്ക വെക്കുന്നേക്കാളും എനിക്ക് ഇഷ്ടം ഇതാ. ഇതിന് ഷുഗർ പാവയ്ക്കാന്നും പറയും. ഇല്ല, ഇത് അതിന്റെ അത് തന്നെയായത്. ഇത് നല്ല വളം ഉണ്ടായോണ്ടാ ഇത് ഇത്രച്ചായത്. അല്ലേ നമ്മുടെ പോലെ ഇത്രയല്ലേ ഉണ്ടായിരുന്നു അതുപോലെ. ഇത് അത് തന്നെയാ. അവിടെ നല്ല വളമായി പാവല് നിൽക്കുന്നിടത്ത്. എത്ര സൈസ് ഉണ്ടല്ലേ? കട്ടപ്പന വീട്ടിൽ ഇതിന് തോരൻ വെക്കാന്ന് പറഞ്ഞോണ്ട് ഇന്നലെ പറിച്ചോണ്ട് വന്നോ. ഇവിടെ വന്നപ്പോൾ അകം കണ്ടോ, റെഡ് ലേഡിയുടെ അകം പോലെ അല്ലേ? കൂടാന്ന് തോന്നുന്നു. പഴുത്ത് കഴിയുമ്പോൾ നല്ല നല്ല കളറാവുമായിരിക്കും. നമ്മൾക്കിത് പഴുപ്പിച്ച് കിട്ടിയിട്ടില്ല. ഇതിപ്പോ ചെറുതായിട്ട് ചനച്ചതല്ലേ ഉള്ളൂ. ഇങ്ങനെയായ കപ്പളങ്ങ ഉപ്പ് കൂട്ടി തിന്നാൻ. പക്ഷെ ഇത് ചനച്ചതാണേലും ഇത് നല്ല മധുരമുണ്ട്. മധുരമുണ്ട്. ഇത് ഉപ്പ് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ്. അതെല്ലാം ഇവിടെ കപ്പളങ്ങ ഉണ്ടോ? 5-6 പഴുപ്പിച്ചിട്ടല്ലോ. ഈ പാവയ്ക്കായി ഈ പാവലിന് പന്തലൊന്നും വേണ്ട. ചുമ്മാ നിലത്തൂടെ പടന്നു കിടന്നാണെങ്കിൽ ഇഷ്ടം പോലെ കായ്ക്കും. നമുക്ക് കുറച്ച് നാളെ പറമ്പിൽ കൊണ്ടിടായിരുന്നു. അപ്പുറത്ത് ഇടുവാണെങ്കിൽ കായ്ക്കും. ഇതിന്റെ അരി ഇരിപ്പുണ്ട്. ഇതല്ലേ അരി ഇഷ്ടം പോലെ ഉണ്ട്. ചുമ്മാ ഉണ്ടായില്ല, വലിച്ചെറിഞ്ഞാച്ചാ മതി. ഏലം നനയ്ക്കുമ്പോഴേ നനഞ്ഞോളും. അതിന്റെ കുറച്ച് മത്തയുടെ അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതും വരെ പോപ്പിക്ക് ചോളം നടാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കൊണ്ട് അവിടെ നട്ടാൽ നല്ലതാലും ഉണ്ടായിക്കോളും. ഇപ്പോഴായതുകൊണ്ട് നനയ്ക്കുന്നുണ്ട്. മഴയാണെ പിന്നെ. നമ്മുടെ ചേമ്പ് പറിച്ചായിരുന്നു വെച്ചാൽ അവിടെ ഒന്ന് ബാക്കി ഇല്ല. അയ്യേ, നമുക്ക് നാളെ പോയി പറിക്കാം. അതും പറിക്കണം. തണ്ട് വീണില്ല, അതിപ്പോ തണ്ടൊക്കെ വീണതാണ്. അത് നിൽക്കുന്നോണ്ട് ഇച്ചിരി കാട് പിടിച്ചിടാന്ന് തോന്നുന്നു. കുഴക്കിണറിന്റെ ഇപ്പുറത്തെ സൈഡ്. എന്നാലും ഇപ്പൊ അത് തണ്ട് വീണ് കാണും. നോക്കിയില്ല ഇന്നലെ. ഇപ്പൊ അവയ്ക്കായിക്ക് അധികം കയ്പും ഇല്ല, കഴിക്കാൻ നല്ലതുവാ. നല്ല ചൂട് ചോറിനകത്തോട്ട് പാവയ്ക്കാത്തോരനും കൂടി ഇട്ട് ഇളക്കി. ഇച്ചിരി ഉണക്കമീനും കൂടെ വേണം.
എനിക്ക് അത് ഈ പാവയ്ക്ക ഉണ്ടല്ലോ ഉണക്കപ്പ് വേവിക്കുന്നതിന് കൂട്ടാൻ ഭയങ്കര ഇഷ്ടം. പാവയ്ക്കാത്തോരൻ നല്ലതല്ലേ? കേട്ടോ. ഈ പാവയ്ക്കായും കപ്പളങ്ങയും ഒക്കെ തോരൻ വെച്ചിട്ട് അത് വെന്ത് കഴിയുമ്പോൾ അതിന്റെ മേളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അത് ഏത് സാധനവും അങ്ങനെയാ. ചക്ക വേവിക്കുന്നതിനകത്തും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് വേറെയാ. നല്ല ടേസ്റ്റ്. ഇത് എത്രയും വളമുള്ളിടത്ത് നിന്നിട്ട് ഇത്രയും മുഴുത്തത് ഈ പാവയ്ക്ക. ഇത് നമ്മുടെ കുഞ്ഞിപ്പാവയ്ക്ക നല്ല സൂപ്പർ തോരൻ. ഇത് കൊള്ളാം. ഇന്നിപ്പോ കുഞ്ഞിപ്പാവയ്ക്കായും വലിയ പാവയ്ക്കായും ഉള്ളോ? ഇതുണ്ടോ ചൂട് ചോറിനകത്തോട്ട് ഈ പാവയ്ക്ക തോരനിട്ട് ഇളക്കിയിട്ടുണ്ടല്ലോ. മോര് കറിയും കൂടെ വേണം. മോര് കറിയുണ്ട്. ഉണ്ടോ? ഇല്ലെന്നോർത്ത് പറഞ്ഞതല്ലേ. എന്നാലും കുഴപ്പമില്ല. അതെ ഉണ്ട്. ബീൻസ് തോരനും ഉണ്ട്. ഇതൊന്നും വേണ്ട, പാവയ്ക്ക തോരൻ മാത്രം മതി. എന്നാ പിന്നെ കഴിച്ചിട്ട് കിടക്കാം അല്ലേ? വാ. പോപ്പിക്ക് ഏതായാലും ചോറ് വേണമെന്ന് പറഞ്ഞു. അവൻ വല്ല ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് കിടക്കട്ടെ. ഇന്ന് നിനക്ക് മുട്ട ഇല്ല കേട്ടോ. മുട്ട തീർന്നായിരുന്നു. മുട്ട തീർന്നു പോയി. ഞാനേ സുരേഷ് ചേട്ടനോട് മുട്ടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മുട്ട ഇപ്പം കോഴി കുറച്ചാ ഇടുന്നത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കോഴിയുടെ മുട്ടയുണ്ട് അത് ഡബിൾ ഉണ്ണി, രണ്ടുണ്ണിയൊക്കെ അതൊന്നും അറിയത്തില്ല. എന്നാലും ചില മുട്ടയെല്ലാം രണ്ടുണ്ണിയാണ്. അതിന് ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് പ്ലാന്റ് വെച്ചാൽ മതി. ഇവനേതായാലും എന്നും പോകുന്നുണ്ടല്ലോ, തീറ്റയും വെള്ളം കൊടുത്താ പോരെ? മതി. രാത്രിയിൽ ആരെങ്കിലും പിടിച്ചോണ്ട് തിന്നെങ്കിൽ അവിടെ ആളുണ്ടല്ലോ. ഇന്നത്തെ പരിപാടി കൊള്ളാം കേട്ടോ. ഉണക്കമീനുണ്ടോ? നല്ല അടിപൊളി ഉണക്കമീൻ. ഉണക്കമീൻ വറുത്തുണ്ട്. ഉണക്കമീനും ഈ പാവയ്ക്കാത്തോരനും കൂടെ ഉണ്ടാകുമല്ലോ. ഈ ഉണക്കമീൻ ഇട്ടിട്ട് പാവയ്ക്കാത്തോരൻ നല്ല ടേസ്റ്റാ. തുണ്ടമീൻ തെരണ്ടിയും തുണ്ടൊക്കെ ഇടുന്നത് ആ മീനിനകത്തിരുന്ന്. അങ്ങനെയല്ല, ഈ പൊടിമീനാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? പൊടിച്ചു ഇത് പാവയ്ക്ക അടുപ്പ വെച്ച് ആവി കയറി കഴിയുമ്പോൾ മീൻ നല്ലപോലെ തേച്ച് കഴിയും. അതിന്റെ മണ്ടലിട്ട് വെക്കണം. അപ്പൊ ഈ ആവി കയറി ഇത് വെന്ത് കഴിയുമ്പോൾ ഈ പൊടിമീൻ്റെ അപ്പുറം ഇപ്പുറം ഇങ്ങോട്ട് ചെണ്ടി ഇട്ടാൽ മതി. മുള്ള പിടിച്ചിങ്ങനെ വെച്ചാൽ മുള്ളിങ്ങനെ പോരും. പാവയ്ക്ക മീൻ കറി നല്ല ടേസ്റ്റ്. എന്നാണല്ലോ പാവയ്ക്ക തന്നെ. ഇതിപ്പോ കൊള്ളാം. ഇത് മറ്റേ എന്നാ പറയുന്നത്, പുളിശ്ശേരി അല്ലല്ലോ, വെള്ളരിക്കയിട്ട മോര് കറി. വെള്ളരിക്കയിട്ട മോര് കറി പാവയ്ക്കായും നല്ല മീൻ വറുത്തതും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വെള്ളരിക്കകത്തെ കഷ്ണം മതി. ആണോ? ഇന്നിപ്പോൾ രാവിലത്തെ കാലാവസ്ഥ ഉണ്ടോ? ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാണ്. രാവിലെ ഇരുണ്ട് മൂടി മഞ്ഞൊക്കെ ആയിട്ട് അങ്ങ് കിടക്കും. ഇപ്പം മഞ്ഞ് കുറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് വരെ മഞ്ഞായിരുന്നു. എന്നിട്ട് ഒരു 10-12 മണിയാകുമ്പോഴേക്കും അങ്ങ് വെയിൽ തെളിഞ്ഞ് വന്നിട്ട് ഭയങ്കര വെയിലാകും. പിന്നെ ഒരു 4 മണി വരെ നല്ല വെയിലാണ്. രാവിലെ നമുക്ക് മാവ് പൊങ്ങിയാൽ നോക്കാം. കറക്റ്റ് വക്കെ വന്നിരിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ചാടിപ്പോയനെയായിരുന്നു. ചാടിപ്പോയാലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടി ചെരുവൻ വെച്ചേക്കുന്ന ഉപ്പും കൂടെ ഇട്ട് ഇളക്കി വെക്കുക. ഇഡ്ഡലി മാവാണേ. ചില ദിവസം തണുപ്പ് കൂടുതലാണെങ്കിൽ അരച്ച് വെച്ചാൽ അനങ്ങാതിരിക്കുവേ. പിന്നെ ഏതായാലും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇഡ്ഡലിക്ക് സാമ്പാറും വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാം അല്ലേ? എടാ പെട്ടെന്ന് കഴിയിട്, എനിക്ക് നെടുങ്കണ്ടം വരെ പോകണം. ലോറി എടുത്തോണ്ട് വരണം. അയ്യോ, ഇന്ന് സ്റ്റുഡിയോ ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്റർ തന്നാ. കണ്ടോ റോബിച്ചാറിൻ്റെ പുതിയ വണ്ടി കണ്ടോ? ജീപ്പ് കണ്ടോ? മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നാ. നല്ല വണ്ടിയല്ലേ? കൊള്ളാം. ഇതേ വേനൽക്കാലം ആകുമ്പോൾ ഏലത്തോട്ടത്തിനകത്തൂടെ കാണുന്ന ഒരു കാഴ്ച കേട്ടോ ഇത്. ഇങ്ങനെ സ്പ്രിംഗ്ലർ. ഇത് 4 ചെടിയുടെ നടുക്കായിട്ട് ഒരെണ്ണം പിടിപ്പിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, വെള്ളം വീഴുന്നുണ്ടോ. അപ്പോൾ ഈ 4 ചെടിയും നനയും. ഓസ് പിടിച്ച് നമ്മൾ ഒരാൾ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരേ സമയം ഈ ഒരേ ലൈനിലുള്ള കുറേ ചെടികൾ ഈ ഒരു ടാപ്പ് ഓണാക്കി വിട്ടാൽ നനഞ്ഞുകൊണ്ടേയിരിക്കും. അത് ചുറ്റും ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് കിടന്നോളും. നമ്മുടെ കുരുമുളകെല്ലാം നമുക്കൊന്ന് പേറ്റിയെടുക്കാം. പേറ്റി ഇതിനകത്ത് ചെറിയ കുരുമുളകെല്ലാം മാറ്റി ചീരെല്ലാം കൂടെ കളഞ്ഞ് നല്ലപോലെ പേറ്റി പെറുക്കിയെടുക്കാം. കുരുമുളക് നമ്മൾ വിൽക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള പൊടി മുളകിൻ്റെ ഇങ്ങനെ ചരടൊക്കെ വരുമല്ലോ, പെറുക്കാവുന്ന എത്രയും പെറുക്കി കളയണം. ഇതെല്ലാം പെറുക്കി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം.
ഇത് കഴിഞ്ഞിട്ട് ഗ്രാമ്പൂവും കൂടെ പേറ്റിയെടുക്കണം. ഗ്രാമ്പൂവിൻ്റെ ആ പൂവ് വിരിഞ്ഞ് വന്ന പൂവിൻ്റെ എല്ലാം കൂടെ പൊടിഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഒന്ന് പേറ്റിയെടുക്കണം. ഉണ്ടോ കനവില്ലാത്ത മുളകെല്ലാം ഇങ്ങനെ പറ്റുമ്പോൾ ഇവിടെ വരും. ഇതുണ്ടോ വെയിലാകുമ്പോഴത്തേനെ ഇതിൻ്റെ ഉണങ്ങിയ ഇലയെല്ലാം പറിച്ചേ ചപ്പെല്ലാം പോയ തട്ടയെല്ലാം വെട്ടി ഇതിൻ്റെ ചോട്ടിൽ കൂടി ഇതുപോലെ ചുറ്റും കൂട്ടി വെച്ചിട്ട് മിസ്റ്റ് ഇങ്ങനെ ഓണാക്കി വീഴും. അപ്പം ചൂടെല്ലാം നനഞ്ഞ് നല്ല തണുപ്പ് അതിനകത്ത് നിൽക്കും. ചപ്പെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ നനച്ച് കഴിയുമ്പോൾ വെള്ളം വലിഞ്ഞു പോവുകയില്ല, തണുപ്പ് അതിനകത്ത് തന്നെ നിൽക്കും. ചെടി ഒരുക്കിയ ഭാഗം കാണാൻ നല്ല രസമല്ലേ, അല്ലാത്തതും എല്ലാം കച്ചിയായിട്ട് ഉണങ്ങി തന്നെ കിടക്കും. വെയിലാകുമ്പോൾ ഈ ഏലത്തിന് ചപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കവാത്തെടുത്ത് ഉണങ്ങിയ ഇലയെല്ലാം കളയാതെ നിർത്തിയേക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കുരുമുളക് പേരലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ നല്ല പാക്കറ്റാക്കി വെക്കാം, പാക്ക് ചെയ്ത് വെക്കാം. 1/2 കിലോ പാക്കറ്റാക്കി വെക്കാം. പിന്നെ അടുത്തതിന് ഗ്രാമ്പൂവും കൂടെ പേറ്റിയെടുക്കാം. പുതിയ വീഡിയോയുമായി നാളെ കാണാം.